തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് OP ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയതിൽ 3 പേർക്ക് സസ്പെൻഷൻ. 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാരെയും ഡ്യൂട്ടി സർജന്റിനെയുമാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, പ്രിൻസിപ്പൽ, സൂപ്രണ്ട് എന്നിവരടങ്ങിയ സംഘം നടത്തിയ അന്വേഷണത്തിന് പിന്നാലെയാണ് നടപടി. TV പ്രസാദ് നൽകും വിവരങ്ങൾ. പ്രസാദ്, ഏറെ ഗുരുതരമായ ഒരു വീഴ്ച, അതിലിപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. ഏത് രീതിയിലാണ് മറ്റ് അന്വേഷണങ്ങൾ, നടപടികൾ? ലിഫ്റ്റിൽ കുടുങ്ങിയ തിരുമല രവി CPIയുടെ ലോക്കൽ സെക്രട്ടറിയുടെ പ്രതികരണം ഞങ്ങൾ സംപ്രേഷണം ചെയ്ത് അതിന് പിന്നാലെയാണ് ഇതിന്റെ ഒരു ഭീകരത പൊതുസമൂഹം അറിയുന്നതും മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്യുന്നത്. അന്വേഷണത്തിന് ഉത്തരവ് ഇട്ടതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം തന്നെ നടപടി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് രോഗി റിലീസ് ഒന്ന് വായിക്കാം വിനീത. രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവം 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് OP ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഡ്യൂട്ടി സർജന്റ് എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അടിയന്തരമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എന്നിവരടങ്ങിയ സംഘം നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി എന്നുള്ളതാണ്. ഇത് ഒരു 3 ജീവനക്കാരുടെ സസ്പെൻഷനിൽ ഒതുക്കുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു നടപടിയും എടുത്തില്ല എങ്കിൽ ശക്തമായ വാർത്ത വരും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ രീതിയിൽ 3 പേരെ സസ്പെൻഡ് ചെയ്തത്. യഥാർത്ഥത്തിൽ മൊത്തത്തിലുള്ള ഒരു സംവിധാനത്തിനാണ് അവിടെ പാളിച്ച ഉണ്ടായത്. അതിലാണ് പരിഹാരം ഉണ്ടാകേണ്ടത്. അതിലാണ് പ്രസാദ് ഒരുപക്ഷെ നമ്മൾ അടുത്തിടെയൊന്നും കേൾക്കാത്ത ഒരു സംഭവം എന്ന് പറയേണ്ടി വരും. കാരണം രോഗിക്ക് അനങ്ങാൻ പോലും കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ ഫോണ് താഴെ വീണു പൊട്ടുന്നു. പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. പ്രാഥമിക കൃത്യങ്ങൾ പോലും ലിഫ്റ്റിൽ വെച്ച് നടത്തേണ്ട ഒരു സാഹചര്യം. അത്രയും ഗുരുതരമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ മാത്രമാണോ ഇതിന് ഉത്തരവാദി എന്നാണ് ഇനി നമ്മുടെ ചോദ്യവും. അതാണ് നമ്മൾ പ്രധാനമായും ഉയർത്തിക്കാട്ടേണ്ടത് വിനീത. ഒരിക്കലുമല്ല എന്നുള്ളതാണ്. ഈ സംവിധാനമാണ്, അതായത് ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്ന സംവിധാനമാണ് അതിൽ ഉത്തരവാദികളായിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് നേരത്തെ നടന്ന സമാനമായ പല സംഭവങ്ങളിലും ശക്തമായ നടപടി എടുക്കാതിരിക്കുകയും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുമ്പോഴും ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് ആവർത്തിക്കുന്നത് എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് ഏതെങ്കിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മൂലക്ക് നടന്ന സംഭവമല്ല വിനീത. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആശുപത്രിയിലെ സൂപ്രണ്ടിൻ്റെ ഓഫീസിനോട് ചേർന്ന വലിയ OP ബ്ലോക്കുണ്ട്. ആ OP ബ്ലോക്കിൻ്റെ 1ാം നിലയിൽ നടന്ന സംഭവമാണിത് എന്നതാണ് ഏറെ ഞെട്ടിക്കുന്നത്. അതിൻ്റെ പ്രധാന ഗേറ്റ് വഴി മുന്നോട്ട് പോയാൽ, അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് മുമ്പോട്ട് പോയാൽ അതിൻ്റെ 1ാമത്തെ നിലയിലേക്ക് കയറുന്ന പടവിനടുത്താണ് ഇത് സംഭവിച്ചത്. ശനിയാഴ്ച രാവിലെ 11 മണി കഴിഞ്ഞ് എത്തി എക്സ്റേ എടുക്കാൻ പോകാൻ വേണ്ടി പിന്നീട് 12 മണിക്കാണ് ഇതിനകത്ത് കയറിയത് എന്നാണ് രവി നമ്മളോട് വിശദീകരിച്ചത്. അതിനുശേഷം പലതവണ അതിനുള്ളിലെ അലാറം അടിക്കുകയാണ്. അലാറം അടിച്ചിട്ട് ആരും നോക്കുന്നില്ല, കേൾക്കുന്നില്ല, ഒന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ ഫോണ് വീണ് പൊട്ടുകയും ചെയ്തു. അതോടുകൂടി പുറം ലോകവുമായുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു. ഏറ്റവും അവസാനം തിരുമല രവി പറഞ്ഞത് തൻ്റെ കൈ കഴക്കുന്നത് വരെ ഈ ഡോറിനടച്ചു അടിച്ചു എന്നുള്ളതാണ്. ഒരാൾ പോലും ആ ഭാഗത്ത് ഉണ്ടായില്ല, ഒരാൾ പോലും നോക്കിയില്ല. സാധാരണഗതിയിൽ അറ്റകുറ്റപ്പണിയായിരിക്കുന്ന ഒരു ലിഫ്റ്റ്, അതല്ലെങ്കിൽ തകരാറായിരിക്കുന്ന ഒരു ലിഫ്റ്റ്, അതെന്തായാലും അവിടെയുള്ള ലിഫ്റ്റ് ഓപ്പറേറ്റർമാരോ മറ്റ് സംവിധാനങ്ങളോ എല്ലാം തുടർച്ചയായ പരിശോധനയുണ്ടാവും, അല്ലെങ്കിൽ അതല്ലെങ്കിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവും. പക്ഷേ ഇവരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ആ മനുഷ്യൻ 2 രാത്രിയാണ് വിനീത, ഓർക്കണം, 2 രാത്രി, ഏതാണ്ട് 44 മണിക്കൂർ. 12 മണിക്ക് കയറുന്നു, അടുത്ത ദിവസം കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം, അതായത് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ലിഫ്റ്റ് ഓപ്പറേറ്റർ വന്ന് തുറക്കുമ്പോഴാണ് ഭയാനകമായ കാഴ്ച കാണുന്നത്. ഈ വീട്ടുകാർ ഇവരെ അന്വേഷിക്കുകയാണ്, എവിടെയും കിട്ടുന്നില്ല. ഏറ്റവും അവസാനം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുന്നു. ഇത് രവിയുടെ പ്രതികരണത്തെ തുടർന്ന് വാർത്തയാക്കിയപ്പോൾ ആരോഗ്യമന്ത്രി ചെയ്തത് ഒരൊറ്റ വാക്കിലൊരു വാർത്താക്കുറിപ്പിറക്കി. ഇതിലൊരു ഞെട്ടലുമില്ല, ഇതിലൊരു പ്രതിഷേധവുമില്ല, ഇതിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും മന്ത്രിക്കില്ല. ആകെ പറഞ്ഞത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞതാണിത്. കേരളത്തിൽ സമീപകാലത്ത് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത, കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ്. ആ രവി തന്നെ നമ്മളോട് പറയുന്നുണ്ട്, എന്തോ ഭാഗ്യം കൊണ്ടാണ് മരിക്കാതെ രക്ഷപ്പെട്ടത്. ഒരു 10 മിനിറ്റോളം നമ്മൾ ലിഫ്റ്റിൽ കുടുങ്ങിയാൽ പോലും വലിയ
അസ്വസ്ഥത നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെയുള്ള ഒരാൾ, ഒരു സുഖമില്ലാത്ത ഒരാളാണ് 2 ദിവസം ആ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോകുന്നത്. ഇത് പകലാണോ രാത്രിയാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടാകുന്നില്ല. അത്രയും അസ്വസ്ഥത ഉണ്ടാകുന്നെന്ന് പറയുന്നു. ഇത് മെയിൻ്റനൻസ് ആണെങ്കിൽ പോലും ഇത് കൃത്യമായൊരു പരിശോധന നടത്തുന്നില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ഇതിൻ്റെ ഒരു സംവിധാനം എങ്ങനെയാണ്? ഇത് ആരാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കേണ്ടത്? തീർച്ചയായിട്ടും ആശുപത്രിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇതിൽ ബാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. ആശുപത്രിയിലെ സൂപ്രണ്ടും ആശുപത്രി പ്രിൻസിപ്പാളും എല്ലാവരും, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളും എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. വകുപ്പ് നേരിട്ട് ഇടപെടേണ്ട വിഷയമാണ്. പല സമയത്തും നമുക്കറിയാം, നമ്മുടെ ലിഫ്റ്റുകൾ തകരാറിലായി കഴിഞ്ഞാൽ പലപ്പോഴും ഏതെങ്കിലും ചാനലിലോ പത്രത്തിലോ വാർത്ത വരണം, അതൊന്ന് നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടി. ആ രീതിയിലാണ്. ഒന്ന് മോശമായി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോകില്ല. ഒരുപക്ഷെ അവിടേക്ക് രോഗികൾ വരാതിരിക്കാൻ തന്നെ ഒരു കാരണമുണ്ടാകും. ആ ലിഫ്റ്റ് എപ്പോഴും പ്രവർത്തിക്കില്ല എന്ന് അവിടെയുള്ള ജീവനക്കാർക്ക് അറിയുന്നുണ്ടാവും, സ്ഥിരം അവിടെ വരുന്ന രോഗികൾക്ക് അറിയുന്നുണ്ടാവും. ഇങ്ങനെ പല പല ഘടകങ്ങൾ കോർത്തിണക്കി പരിശോധിച്ചാലാണ് ഇതിൻ്റെ ഭാഗത്ത് മൊത്തത്തിൽ ആരോഗ്യ വകുപ്പിന് തന്നെയുള്ള ഗുരുതരമായ വീഴ്ചയുണ്ടാവുക. വിനീത, ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരൊറ്റ വരി അല്ലെങ്കിൽ ഒരൊറ്റ സെൻറ്റൻസ് വാർത്താക്കുറിപ്പിൽ എല്ലാമുണ്ട്. അതായത് ഒരു മനുഷ്യൻ 2 രാത്രി ടോട്ടൽ 44 മണിക്കൂറോളം അതിനകത്ത് കിടന്നിട്ടും ഒന്നും പറയാനില്ല മന്ത്രിക്ക് എന്നുള്ളതാണ് അതിലേറ്റവും സങ്കടകരമായ ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഒന്നും ചെയ്യാനാവാതെ, സമയം അറിയുന്നില്ല, ഡേറ്റ് അറിയുന്നില്ല, എന്താണെന്നറിയുന്നില്ല, സ്വന്തം വസ്ത്രത്തിലുൾപ്പെടെ പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് വിനീത. സ്വന്തം വസ്ത്രത്തിൽ ആ ലിഫ്റ്റിൽ മലമൂത്ര വിസർജനം ചെയ്ത് കിടക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ ഗതികേട് അതാരും കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഗുരുതരമായ പ്രശ്നം. നമ്മുടെ നാട്ടിലൊരു സാധാരണ മനുഷ്യൻ പോലുമല്ല അയാൾ. ഒരു CPIയുടെ പ്രാദേശിക നേതാവാണ്. അവരുടെ ഭാര്യ ഇതേ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരിയാണെന്ന് ഓർക്കണം. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഇത് സംഭവിച്ചത്. എന്നിട്ടും ഇതാണ് അവസ്ഥ എങ്കിൽ നമ്മുടെ ഒരു പാവപ്പെട്ട മനുഷ്യനാണെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഈ പുള്ളിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരുപാട് പേരുണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരു ബൈസ്റ്റാൻഡർ പോലും ഇല്ലാതെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വരുന്ന എത്ര പേരുണ്ടാവും നമുക്ക് ചുറ്റും. അവർക്ക് നാളെ ഇങ്ങനെ സംഭവിച്ചാൽ ഒരൊറ്റ വരി വാർത്താക്കുറിപ്പ് ഇറക്കുകയാണോ നമ്മുടെ മന്ത്രി ചെയ്യുക എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഒരു സംഭവം തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നത്. OP ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയത് 44 മണിക്കൂറാണ്. ഇതിൽ 3 പേരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാരും ഡ്യൂട്ടി സർജന്റും മാത്രമാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് എന്താണ് ഉത്തരവാദിത്തം? മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ എന്താണ് ഇതിൽ പറയുന്നത്? അവർ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആരോഗ്യമന്ത്രി ഒറ്റവരി വാർത്താക്കുറിപ്പിൽ ഇതിൽ അന്വേഷിച്ച് നടപടിയെടുക്കും മാത്രമെന്നാണ് അറിയിച്ചത്. പക്ഷേ ഏറെ ഭീതിതമായൊരു വീഴ്ച തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നത്. ശക്തമായ നടപടികൾ ഉണ്ടായേ മതിയാകൂ. ഇനി ഇത്തരം ഒരു സംഭവം ആവർത്തിക്കാതിരിക്കുകയും വേണം. നമ്മൾ